നമസ്കാരം. ഷെക്കീന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമ എന്ന തലക്കെട്ടോടെ ടാഗ് ലൈനോടെ തിയേറ്ററിൽ എത്തിയ മാർക്കോ സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തിയെന്നാണ് ഈ വാരം നമ്മൾ കേട്ട വാർത്ത. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കെട്ടിത്തൂക്കുന്ന ദൃശ്യങ്ങളുള്ള, മനുഷ്യർക്ക് കണ്ടിരിക്കാൻ സാധിക്കാത്ത അത്ര വലിയ കൊലപാതകങ്ങളും അതിക്രൂരമായ കൊലപാതക രീതികളും പരിചയപ്പെടുത്തുന്ന, നിഷ്ഠൂരം മനുഷ്യരെ ഉന്മൂലനം ചെയ്യാനുള്ള മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ 100 കോടി ക്ലബിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസാക്ഷി മരവിക്കുന്ന ഒരു സമൂഹം ഈ നാട്ടിലേറി വരികയാണോ എന്ന സന്ദേഹമാണ് നമുക്കുള്ളത്. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും സഹോദരനെ സഹോദരിയെ കെട്ടിത്തൂക്കുകയും കൊലപാതകം ചെയ്യുന്നതൊക്കെ നമ്മൾ ചുറ്റും കാണുമ്പോൾ, മനുഷ്യന്റെ ഉള്ളിലെ നന്മകളെല്ലാം അസ്തമിക്കുന്ന കാലത്തെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ, ഇത്തരം സിനിമകൾ അത്തരം ആവേശത്തിന് ആക്കം കൂട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം സിനിമകൾ അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ. ഈ വിഷയമാണ് ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടെയുള്ളത് ഫാദർ റോയ് കണഞ്ചിറ, സാമൂഹിക നിരീക്ഷകൻ, എഴുത്തുകാരൻ, ദീപിക ഫ്രണ്ട്സ് ക്ലബിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഒപ്പം ശ്രീ ടോണി സി തോമസ്, അദ്ദേഹം അധ്യാപകനും സാമൂഹിക നിരീക്ഷകനുമാണ്. രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ഷെക്കീന ഫയർ റൂമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഫാദർ റോയ് കണഞ്ചിറ, നമ്മൾ ഈ കാലത്തെ വായിച്ചെടുക്കുന്നത്, എപ്പോഴും കാലത്തെ വായിക്കുന്നത് സിനിമകളിലൂടെയാണെന്ന് പറയാറുണ്ട്. പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമ്മൾ കാലത്തെ വായിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ആളുകൾ വലിയ സെലിബ്രിറ്റി പരിവേഷമായ ഉണ്ണിമുങ്ങുന്ന താരത്തെ ഉയർത്തിക്കാട്ടുന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. ഒരു സാധാരണ മനുഷ്യർക്ക് സർട്ടിഫിക്കറ്റ് സിനിമയാണ്, അതുകൊണ്ട് പിഞ്ചു കുട്ടികൾ അത് കാണുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു മനുഷ്യന്, ഒരു മനസാക്ഷിയുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യന് കണ്ടിരിക്കാൻ പറ്റാത്ത അത്രയും അതിക്രൂരമായ ദൃശ്യങ്ങൾ അങ്ങോളം ഇങ്ങോളം അത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അതിന് മനോഹരമായ ബീജിയത്തിന്റെയൊക്കെ താളത്തോടുകൂടി ക്രൂരതയെ, കുറ്റകൃത്യത്തെ, കൊലപാതകത്തെ, മറ്റുള്ളവരുടെ ജീവനെ എടുത്തു കളയുന്നതിലെല്ലാം ആഘോഷിക്കുകയാണ്. അതായത് ഒരു അഹിംസയുടെ അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ ആഘോഷങ്ങൾ ഈ സിനിമയിലൂടെ നമ്മൾ കണ്ടു. ഈ സിനിമ മാത്രമല്ല, ഇങ്ങനെ ധാരാളം സിനിമകൾ മലയാളത്തിലും അന്യഭാഷയിലും ഒക്കെ വരുന്നു. ഇത്തരം സിനിമകൾക്കെല്ലാം നമ്മുടെ തിയേറ്ററിൽ കിട്ടുന്ന കയ്യടികൾ, കളക്ഷനിൽ കിട്ടുന്ന വലിയ സ്വീകാര്യത, ഇത് മനുഷ്യ സ്നേഹികളെ ആശങ്കപ്പെടുത്തേണ്ടത് തന്നെയല്ലേ? നിധിൻ, ഈ മാർക്കോ എന്ന സിനിമ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹ മനസ്സിൽ ഉണർത്തിയ ആശങ്കകളുടെ ഒരു പ്രതിധ്വനിയാണ് നിധിന്റെ വാക്കുകളിൽ കേട്ടത്. മാർക്കോയ്ക്ക് ഞാൻ കൊടുക്കുന്ന ടാഗ്ലൈൻ മാർക്കോ പൈശാചികതയിലേക്കുള്ള ക്ഷണപത്രം എന്നാണ്. മൃഗീയതയിലേക്കുള്ള ക്ഷണപത്രം എന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല. ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ അവതരിപ്പിക്കുന്ന ഈ നായക കഥാപാത്രത്തിന്റെ സ്വഭാവം, പ്രതിനായക കഥാപാത്രത്തിന്റെ സ്വഭാവം, ഇത് രണ്ടും മനുഷ്യരുടെ സ്വഭാവമല്ല, ഇത് പൈശാചികതയുടെ സ്വഭാവമാണ്. മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മൃഗീയമായ, പൈശാചികമായ പ്രാകൃത വാസനകളുണ്ട്. അതിനെ കീഴ്പ്പെടുത്തി മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് മനുഷ്യത്വത്തെ പണിതുയർത്തുക എന്നതാണ് കലയുടെ ലക്ഷ്യം എന്നാണ് അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെയുള്ള ചിന്തകര്. കല ജീവിതം തന്നെ, കല കലയ്ക്ക് വേണ്ടിയല്ല, കല ജീവിതത്തിന് വേണ്ടിയാണ് എന്ന് വാദിക്കുന്ന വലിയൊരു സമൂഹം. അവര് ഈ കലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യത്വത്തെ ഉദ്ദീപിപ്പിക്കലാണ്. അതിനുപകരം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ തിയേറ്റർ വിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ശത്രുപക്ഷത്ത് അവർ നിർത്തിയിരിക്കുന്ന ആൾക്കാരെങ്ങാനും അടുത്ത് കണ്ടാൽ അവർക്ക് അവരെ കുത്തിക്കീറാനും വെട്ടിക്കീറാനുമുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ സംവിധായകൻ. ഞാൻ ആ സിനിമ കണ്ടില്ല, പക്ഷെ അതിന്റെ റിവ്യൂസ് വായിച്ചു, കുറച്ച് റീൽസ് ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പൊ എനിക്കിത് മുന്നോട്ട് കാണാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയാണ്. ഒരുപക്ഷെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എന്റെ മനസ്സിന് ഇണങ്ങിയ രീതിയിലല്ല അവതരിപ്പിച്ചിരിക്കുന്നതൊക്കെ വേണമെങ്കിൽ എനിക്ക് തന്നെ എന്നെ സാന്ത്വനപ്പെടുത്താൻ പറ്റിയേക്കാം. പക്ഷെ എനിക്ക് മാത്രമല്ലല്ലോ, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയെങ്കിൽ ഇത് 100 കോടി ക്ലബിലേക്ക് ഒരു സിനിമ മാറുന്നു. ഒരു സാധാരണ മനുഷ്യർ കണ്ടു നിൽക്കാൻ
ആവുന്ന അത്രത്തേക്ക് വിഷ്വൽസ് നമ്മൾ പറയുമ്പോഴും ആളുകൾ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മനസ്സ് നുറങ്ങിയ, ഹൃദയം നുറങ്ങിയ ഇത്തരം കാര്യങ്ങളെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന, ഇത്തരം അതിക്രമങ്ങളെയൊക്കെ ആഘോഷിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറുന്നു എന്ന വായന കൂടി അതിനകത്തില്ലേ? ഞാൻ അതായിരുന്നു പറയാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തിനാണ് ഈ മാർക്കോ സിനിമയുടെ സംവിധായകൻ ഇത്ര ക്രൂരത ഈ സിനിമയിൽ ചിത്രീകരിച്ചത്? എന്തിനാണ്? ഇതിലൂടെ അദ്ദേഹം ഈ പൊതുസമൂഹത്തോട് സംവദിക്കുമ്പോൾ ഒരു കലാകാരൻ, ഒരു എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്നൊക്കെയുള്ള ലേബലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു കലാസൃഷ്ടി രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ പൊതുസമൂഹത്തോട് അയാൾ സംവദിക്കുന്നത് എന്താണ് ഇവിടെ അവശേഷിക്കേണ്ടത്? ഇവിടെ മനുഷ്യത്വം എന്ന് പറയുന്നത് അവശേഷിക്കുകയേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കുറെ സിനിമാ നിർമ്മാതാക്കളുടെയും കുറെ സംവിധായകരുടെയും എഴുത്തുകാരുടെയും ഒക്കെ ഒരു കാലമായി മലയാളത്തിന്റെ സാംസ്കാരിക മേഖല, പ്രത്യേകിച്ച് സിനിമാ മേഖല മാറുന്നതായിട്ട് കാണുകയാണ്. കുറെ കാലമായി, കുറെ സിനിമകളായി ഇങ്ങനെ ഈ മനുഷ്യനെ കണ്ടിരിക്കാൻ പറ്റില്ല, കണ്ടു കഴിയുമ്പോൾ അടുത്തിരിക്കുന്നവനെ കടിച്ചു കീറാനായിട്ട് തോന്നിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. അപ്പോൾ അതേസമയം ഇതിനു മുമ്പ് ഇവിടെ സംഭവിച്ചിരുന്നത് അങ്ങനെയായിരുന്നില്ല. ഉത്കൃഷ്ടമായ മനുഷ്യത്വത്തെയും മാനവിക മൂല്യങ്ങളെയും ആത്മീയ മൂല്യങ്ങളെയും സാഹോദര്യത്തെയും സമഭാവത്തെയും ഒക്കെ ഉദ്ദീപിപ്പിക്കുന്ന, ഉണർത്തിക്കൊണ്ട് ഈ അച്ഛനും ബാപ്പയും ഒക്കെ തുടങ്ങിയ നമ്മുടെ ആദ്യകാല സിനിമകൾ, ശ്രീമൂലനഗരം വിജയന്റെ ഒക്കെയുള്ള ആ രചനകളൊക്കെ അത് മതസൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന സിനിമകളാണ്. ഒപ്പം പിന്നീട് ഈ അടുത്ത കാലത്തൊക്കെ വന്നപ്പോൾ നമുക്കറിയാം, മനുഷ്യത്വത്തിന്റെ പേരിൽ, ഹൃദയബന്ധങ്ങളുടെ പേരിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിയേറ്റർ വിട്ടിറങ്ങുന്ന നിരവധി സിനിമകൾ. ഈ ആകാശദൂത് കണ്ടവരൊക്കെ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പുറത്തോട്ടിറങ്ങി. കാരണം അമ്മയും മക്കളും, കുടുംബ ബന്ധങ്ങൾ, അതിന്റെ ഒരു തീവ്രത അവതരിപ്പിക്കുന്നു. ഇപ്പൊ മമ്മൂട്ടിയുടെ തന്നെ വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ, ശരി, അത് ഞാൻ പറയട്ടെ. അപ്പൊ ഈ സിനിമകള്, പിന്നെ മോഹൻലാലിന്റെ വല്യേട്ടൻ, ഇതൊക്കെ അപ്പനും മകനും തമ്മിലുള്ള, അച്ഛനും മകനും തമ്മിലുള്ള, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ വാത്സല്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ഖനീഫ എഴുതിയ സംവിധായകനാണ്. അദ്ദേഹമൊക്കെ കുടുംബ ബന്ധങ്ങൾ ആവശ്യമാണ് എന്ന്, മനുഷ്യബന്ധങ്ങൾ ആവശ്യമാണെന്ന്, മനുഷ്യത്വത്തെ പരസ്പരം റെസ്പെക്ട് ചെയ്യണമെന്ന് ഒക്കെ പൊതുസമൂഹത്തെ ഉണർത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന സിനിമകളായിരുന്നു. പക്ഷെ മാർക്കോ എന്താണ് ചെയ്തത്? മാർക്കോ സത്യത്തിൽ മാറിക്കോ എന്ന് പറയാണ്. എവിടുന്ന് മാറണം? മനുഷ്യത്വത്തെ സ്നേഹിക്കുന്നവർ ഓടി മാറിക്കോ എന്നാണ് മാർക്കോ എന്ന് പറയുമ്പോൾ. നീ ഓടിക്കോ ഇവിടുന്ന് എന്നാണ് പറയുന്നത്. മനുഷ്യത്വം നിലനിൽക്കുന്നിടത്ത് നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ മൃഗീയത മാത്രം മതി. കത്തി വായിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന കൊലയാളിയായ നായകന്റെ ചിത്രം വർണ്ണാഭമായിട്ട് അവതരിപ്പിക്കുന്ന പോസ്റ്ററുകൾ കേരളത്തിന്റെ ഭിത്തിയിൽ ഒട്ടിയിരിക്കുന്നതിനെ കേരളത്തിന് അപമാനമാണ്, സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് അത്തരം ചിത്രം. ഞാൻ ആലോചിക്കാറുണ്ട്, പിന്നെ ഈ ചില സിനിമാ താരങ്ങള് അവർക്ക് ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ഏതറ്റം വരെയും, ഏത് നെഗറ്റീവ് റോൾ വരെയും എടുത്താലും അതുകൊണ്ട് ഇതൊരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നിലനിൽക്കാൻ പാടില്ലാത്ത ഒരു സിനിമയാണിത്. ഇപ്പൊ ഇറങ്ങുന്ന ഒരു സിനിമ ഇപ്പൊ 100 കോടി അവർക്ക് കിട്ടി എന്ന് പറയുന്നത് ഇത് വയലൻസ് കാണാൻ വേണ്ടി ഓടിക്കൂടുന്ന ഒരു യുവത്വം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ്, അല്ലെ? അപ്പൊ ഈ വയലൻസ് കാണാൻ വേണ്ടി വരുന്ന ഇതിപ്പോ തന്നെ തൃശ്ശൂര് കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ നമ്മള് ഈ 14 വയസ്സുള്ള ഒരു പയ്യൻ 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നു. അവര് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നത് തടയാൻ ചെന്നതാണ്. അതായത് സനാതന മൂല്യങ്ങൾക്കോ ധാർമ്മിക മൂല്യങ്ങൾക്കോ ഇവിടെ നിലനിൽപ്പില്ല, അതിനുവേണ്ടി വാദിക്കുന്നവരെ കുത്തി മലർത്തിക്കോ എന്ന് പറയുന്നത് അവരെ മൂല്യങ്ങളിൽ നിന്ന് അതാണ്. മാറിക്കോ എന്ന് പറയാണ്. നീ മാറിക്കോ, മനുഷ്യത്വത്തിൽ നിന്ന് മാറിക്കോ, മൃഗീയതയിൽ നിന്നും മാറിക്കോ, പൈശാചികത മതി ഇവിടെ എന്ന് സ്ഥാപിക്കാനുള്ള പരിശ്രമം അപലപനീയമാണ്. അതിനെ ശക്തമായി കേരളത്തിന്റെ സാംസ്കാരിക ബോധം ചെറുക്കുക തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം. എക്സലന്റ്. ടോണി, ഇവിടെ ഒരു സിനിമയെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ചർച്ച, അതിൽ മാത്രം ലിമിറ്റ് ചെയ്യേണ്ടതും വേണ്ട. ഇപ്പൊ ആനിമൽ എന്നുള്ള സിനിമ നമ്മൾ കണ്ടു, RDX എന്നുള്ള സിനിമ കണ്ടു, ഇങ്ങനെ ധാരാളം സിനിമകൾ വരുന്നു. ഇതൊക്കെ ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ പ്ലാൻ ചെയ്യുന്നു. നമുക്ക് അച്ഛന്റെ ഭാഷ്യത്തിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കുന്നത്. എന്നുള്ളത് പക്ഷെ ഇത് ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയെ സിനിമയായി കണ്ടുകൂടെ എന്നാണ്. സിനിമയെ സിനിമയായി കണ്ടുകൂടെ? അതൊരു സിനിമയല്ലേ, അത് റിയൽ അല്ലല്ലോ. ഒരു സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഇപ്പൊ ഈ നാട്ടിൽ തന്നെ ഇങ്ങനെ പല അക്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു പക്ഷെ അത് ഞങ്ങൾ ദൃശ്യമാക്കി കാണിച്ചതാകാം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതൊന്നുമല്ല,
സിനിമയായി കണ്ടുകൂടെ? നിങ്ങൾ എന്തിനാണ് ഈ മൂല്യത്തിന്റെ കണ്ണാടിയുമായി ഒരു സിനിമയെ, ഒരു കലാരൂപത്തെ നിങ്ങൾ വായിച്ചെടുക്കേണ്ടത്? അങ്ങനെയായിരിക്കും പൊതുസമൂഹം, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഒരു ശതമാനം പൊതുസമൂഹത്തിന്റെ വക്താക്കൾ നമ്മളോട് ചോദിക്കുക. എന്താണ് ടോണി ഇതിനെ നോക്കിക്കാണുന്നത്? ഈ സിനിമയും ഒപ്പം ഈ ചർച്ചകളെയും ഈ സംവാദങ്ങളെയും എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുക? തീർച്ചയായിട്ടും സിനിമയെ സിനിമയായി കാണുക എന്നുള്ള ഒരു വാദം അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ സിനിമ നിർമ്മിക്കപ്പെടുന്ന, ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന്റെ, അല്ലെങ്കിൽ അത് വിൽക്കപ്പെടുന്ന വിപണിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കോ എന്നുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ എന്തുവായിക്കൊള്ളട്ടെ ഒരു സിനിമ, അത് ഏറ്റവും അധികം വയലൻസ് ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ എന്ന ടാഗ് ലൈനോടുകൂടി വിപണിയിൽ എത്തിയാൽ അതിനെ സ്വീകരിക്കുവാനും വാങ്ങുവാനും വെമ്പി നിൽക്കുന്ന, അല്ലെങ്കിൽ വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റ്, സിനിമയുടെ ഒരു വിപണി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏതൊരു പൊതുപ്രവർത്തകനും അല്ലെങ്കിൽ ഒരു പൊതുരംഗത്തുള്ള ഒരു അധ്യാപകനും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം എന്നുള്ളതാണ്. വിഗതകുമാരിൽ തുടങ്ങിയ മലയാള ഫിലിം ഇൻഡസ്ട്രി ഇന്ന് മാർക്കോയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ഉണ്ടായത് ഒരു സുപ്രഭാതത്തിലുണ്ടായ ഒരു മാറ്റമല്ല എന്നെനിക്ക് നമുക്ക് കാണാൻ കഴിയും. മലയാള സിനിമയുടെ ഒരു പാറ്റേൺ തന്നെ കഴിഞ്ഞ പ്രത്യേകിച്ച് ഒരു 10-15 വർഷങ്ങൾ കൊണ്ട് മാറിപ്പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും മാർക്കോ പോലെയുള്ള ഒരു സിനിമ നമുക്ക് 2000, 2005, 2010 കാലഘട്ടത്തിൽ കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, അല്ലെങ്കിൽ സ്വീകാര്യമാവുമായിരുന്നില്ല. കേരള ഓഡിയൻസ് ഒരിക്കലും അത്, എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ പോലെ അത് സ്വീകരിക്കും, അല്ലെങ്കിൽ തിയേറ്ററുകൾ അത് സ്വീകരിക്കുമെന്ന് ഒരിക്കലും നമുക്ക്, അല്ലെങ്കിൽ TV ചാനലുകൾ പോലും അത് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ യഥാർത്ഥത്തിൽ മലയാളി പ്രേക്ഷകന്റെ മാറിയ മനോനിലയുടെ ഒരു വയലൻസിനെ നോർമലൈസ് ചെയ്യുന്ന, അഹിംസയെ നോർമലൈസ് ചെയ്യുന്ന, അക്രമങ്ങളെ ആഘോഷിക്കുന്ന, ഇത്തരമുള്ള എല്ലാ പൈശാചികതയും ഒരു ഫാൻ ബേസ് ഉള്ള BGM ഇട്ട് താളത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ അത് ഹീറോയിസമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ. അത് എന്തുകൊണ്ടാണ് ആളുകൾ ആ ഒരു നോർമലൈസേഷനിലേക്ക് പോയത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാം, ഇന്ന് കൊച്ചുകുട്ടികൾ കളിക്കുന്ന ഗെയിമുകൾ എന്ത് ഗെയിമുകളാണ്. പരമാവധി പേരെ കൊല്ലുന്ന ആളാണ് വിജയ്. അതെ, പണ്ടൊക്കെ പാടവരമ്പത്ത് ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചു വളർന്നിരുന്ന കുട്ടികൾ അവർ ലക്ഷ്യത്തിലേക്കാണ് പന്തടിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെ മറികടക്കുന്നതിലായിരുന്നു, ആരെയും കൊല്ലുന്നതിലായിരുന്നില്ല ആ കളിയുടെ വിജയം. അതെ, ഇത് ടീം വർക്ക്, സംഘമായി ഒരു കൂട്ടായ്മ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ഓരോ കളിയുടെയും മെസ്സേജ്. പക്ഷേ കുട്ടികൾ കളിക്കുന്ന ഈ വെടിവെപ്പ് കളികൾ അത് കൂട്ടമായിട്ട് മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ള ഒരു തീമാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പാശ്ചാത്യ ലോകത്ത് ഈ ഒരു മാറ്റം മുമ്പുണ്ടായിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്തും അല്ലെങ്കിൽ കൊറിയൻ അല്ലെങ്കിൽ മറ്റ് അന്യഭാഷ സിനിമകളിലും ഇപ്പൊ ഈ OTT അല്ലെങ്കിൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി ഈ സിനിമകളെല്ലാം മലയാളിക്ക് ലഭ്യമായതിനു ശേഷം മലയാളിയുടെ മനസ്സ് ഇത്തരത്തിൽ പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സിനിമാ നിർമ്മാതാക്കളാണ് ഇത്തരം സിനിമകളിലേക്ക് തിരിയുന്നത്. മലയാളിക്ക് ഇപ്പൊ വാത്സല്യം പോലെയുള്ള ഒരു സിനിമ ഇറക്കിയാൽ അത് സ്വീകരിക്കാനുള്ള ഒരു മാനവുമില്ല എന്ന് മലയാളത്തിലെ പ്രേക്ഷകനില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ മാർക്കോ എന്ന ഒരു സിനിമ മാത്രമാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ മാർക്കോയ്ക്ക് മുൻപ് ഇറങ്ങിയ, കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഇറങ്ങിയ ഒരു സിനിമകൾ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ആകെയുള്ള പാറ്റേൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുമ്പ് ഒരു ക്രൈം സിനിമയിൽ അല്ലെങ്കിൽ ആക്ഷൻ സിനിമയിൽ ഫോക്കസ് എവിടെയായിരുന്നു? അത് ക്രൈമിലായിരുന്നില്ല, അത് ഇൻവെസ്റ്റിഗേഷനിലായിരുന്നു. അതെങ്ങനെ തെളിയിക്കുന്നു, പോലീസുകാരന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കേസ് സോൾവ് ചെയ്യുന്നു എന്നതിലായിരുന്നു ഫോക്കസ്. പക്ഷെ ഇന്നുള്ള ക്രൈം ത്രില്ലർ സിനിമകളിൽ ക്രൈമിൽ തന്നെയാണ് ഫോക്കസ്. അത് തന്നെ, കൊലപാതകം ക്രൈമിലാണ് ത്രില്ല് തീർച്ചയായിട്ടും. അതുപോലെ കൊലപാതകങ്ങൾ എങ്ങനെ നടത്തുന്നു, എത്ര കോംപ്ലക്സ് ആയിട്ട് നടത്തുന്നു. യഥാർത്ഥ ജീവിതത്തിൽ പോലും കൊലപാതകികൾ ചെയ്യാത്ത ഇന്നോവേറ്റീവായ മാർഗങ്ങളിലൂടെ പുതിയ ഇന്നോവേറ്റീവായ മാർഗങ്ങൾ അവതരിപ്പിക്കുന്നതാണ് പലപ്പോഴും സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർമാരുടെ ഒരു വിരുദ് ഇന്ന് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എക്സലന്റ്, വളരെ നല്ല നിരീക്ഷണമാണ് റോയ് കളഞ്ചരാജൻ. നമ്മള് ഈ കഴിഞ്ഞ അങ്ങ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായ ഒരാളാണ്. പ്രത്യേകിച്ച് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന് ഒരു സിനിമ ഗാനം നമ്മുടെ മുമ്പിലേക്ക് വന്നു. ആ സിനിമയുടെ പേര് ബൊഗൈൻവില്ല എന്നാണ്. ബൊഗൈൻവിൽ. ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ സിനിമയെ കാണുക ഉണ്ടായി ഞാൻ. കാരണം ഈ സിനിമ എന്താണെന്ന് അറിയുക വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ സിനിമ ഇതുപോലെ തന്നെ വായിക്കപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം ആ സിനിമയിലെ നായകൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ. എല്ലാ സീനിലും വിശുദ്ധമായിട്ടുള്ള കൊന്തയും റൊസാമിസ്റ്റിക്ക മാതാവിന്റെ ചിത്രങ്ങളും ഒക്കെയുള്ള കുരിശു വരയ്ക്കണമെന്നൊക്കെ പറയുന്ന, അവസാന സീനിൽ പോലും കുരിശു വരച്ചിട്ട് കിടക്കണമെന്ന് പറയുന്ന ഒരു നായിക കഥാപാത്രം. ആ നായിക കഥാപാത്രം എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനാണ്. അദ്ദേഹം മലയാള സിനിമയിൽ നിസ്സാരക്കാരനല്ല, സ്വന്തമായി അദ്ദേഹം ഈ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ്, നിർമ്മാണ പങ്കാളി കൂടിയാണ്.
അപ്പൊ അത്തരം സിനിമകളുടെ ഒരു പകുതിയിൽ ഒരു വളരെ ഒരു സോഫ്റ്റ് ആയ മൂവിൽ വന്ന് അവസാന സിനിമയുടെ രണ്ടാം പകുതിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ കണ്ണറച്ചു പോകുന്ന വിധം കൈകളും കാലുകളും ഒക്കെ വെട്ടിമാറ്റുകയും അതിനെ ആഘോഷിക്കുകയും അതിനെ BGM ഇടുകയും ഒരു പൈശാചിക ആരാധനയൊക്കെ ഒരു സബ്റ്റിലായിട്ട് കാണിക്കുകയും എന്നാൽ അതിലൂടെ മനസ്സിലാകേണ്ട ആളുകൾക്ക് ഇതെന്താണ്, എന്ത് ബൊഗെയിൻവില്ലയാണ്, ഈ ബൊഗെയിൻവില്ലയുടെ ചിത്രം എന്തിനെയാണ്, അത് ആരെ ആരാധിക്കാനാണ് ഈ ബൊഗെയിൻവില്ല പൂക്കൾ, അല്ലെങ്കിൽ അത് മനുഷ്യ ശരീരം എന്ന ബൊഗെയിൻവില്ലയെ വായിച്ചെടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ കാണുകയാണ്. അതിന്റെ ഏറ്റവും അവസാനമാണ് അങ്ങ് ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ആ സിനിമയിലെ ഗാനമൊക്കെ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ നിഷ്കളങ്കമായി ഉണ്ടാകുന്നതാണോ എന്ന് ചോദിച്ചാൽ നിഷ്കളങ്കമായി ഉണ്ടാകുന്നതല്ല. കഴിഞ്ഞ വർഷം മലയാള സിനിമ ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും മൊത്തം ഒരു കുറച്ചുകൂടെ ഇഴകീറി നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൽ പ്രതിനായകരാകുന്നത് ആരാണ്, നായകരാകുന്നത് ആരാണ്, അവരുടെ പശ്ചാത്തലം ഏത് മേഖലയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ്. മാർക്കോ എന്നുള്ള സിനിമയുടെ പശ്ചാത്തലം അങ്ങേക്കറിയാം. ഒരു സ്വർണ്ണ വ്യാപാരിയുടെ അല്ലെങ്കിൽ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ വരുന്നു. അവിടുത്തെ പീറ്ററും പോളും ഒക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളിലൊക്കെയാണ് പലരും. മിഖായേൽ എന്നൊക്കെ ഒരു സിനിമയുടെ ഒരു തുടർച്ച കൂടിയാണ്. അതിന്റെ ആ നിലക്കല്ലേലും അതിന്റെ ഒരു കഥാതന്തുവിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത് പോലും. അപ്പം ഇങ്ങനെ വരുന്നു ബൊഗെയിൻവിൽ. നമ്മൾ ഇങ്ങനത്തെ പല സിനിമകൾ നമ്മൾ കാണുന്നു. ഇവിടെയെല്ലാം വളരെ ബോധപൂർവം ചില പ്ലോട്ടുകൾ സെറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് വിശ്വാസമുള്ള ഒരു സമൂഹം, ഒരു കുടുംബം, പ്രാർത്ഥനയുള്ള ഒരു കുടുംബം, അച്ഛനും അമ്മയും അച്ചായനും അച്ചായത്തിയും ഒക്കെയുള്ള ഒരു കുടുംബം, ഇങ്ങനെയൊക്കെ വളരെ ബോധപൂർവം നമ്മുടെ സിനിമകളിൽ പ്ലോട്ടുകൾ സെറ്റ് ചെയ്യപ്പെടുന്നുള്ള ധാരാളം കുറിപ്പുകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അത്തരം കുറിപ്പുകളെയൊക്കെ നമ്മൾ കാണുമ്പോൾ സിനിമയായി കണ്ടാൽ പോരെ, ഇതിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു അനാലിസിസിലേക്ക് പോകണ്ട എന്നൊരു ആരോപണവും അല്ലെങ്കിൽ ഒരു പ്രതികരണവും നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ ബൊഗെയിൻവില്ല പോലുള്ള സിനിമകളൊക്കെ അതൊരു പൂർണ്ണമായ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമയല്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് UA സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ട് മാതാപിതാക്കൾ പോവുകയാണ്. കഴുത്തറക്കുന്നതും കണ്ണ് പൊട്ടിക്കുന്നതും കൈകൾ അറക്കുന്നതും അതെല്ലാം ഗ്ലോറിഫൈ ചെയ്ത് ഒരു ആരാധനയ്ക്ക് വേണ്ടി, എന്ത് ആരാധനയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, അതിനു വേണ്ടിയാണ് ആ കഥാപാത്രം ഇതൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്നു. തീർച്ചയായും ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്തേക്ക് വരുമ്പോൾ ഇത് ശരിക്കും ഉണ്ടാകുന്ന ഒരു സോഷ്യൽ ഡാമേജ് അത് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമല്ലേ. ഇവിടെ മാർക്കോയും ബൊഗെയിൻവില്ലയും ഒക്കെ ഈ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില എഴുത്തുകാരുടെ സൃഷ്ടിയാണ്. അത് നിർമ്മിക്കാനായി പണം മുടക്കുന്നവരുടെ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈ സിനിമകൾ, അല്ലേ? പണം മാറാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മലയാള സിനിമ കഴിഞ്ഞ വർഷം ഏകദേശം 350 കോടി നഷ്ടത്തിൽ പോയ വ്യവസായമാണ്. ആകെ 5, 6, 7, 8 സിനിമകൾ മാത്രമാണ് ലാഭം നേടിയത്. ബാക്കി സിനിമകളൊക്കെ പരാജയപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്, ഇൻഡസ്ട്രി കൂടിയാണ്. അതെ. അപ്പം പണം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് മലയാള സംസ്കാരം, കേരള സംസ്കാരം, അതൊരു ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു തുടർച്ചയാണ്. അവിടെ സൗഹാർദ്ദം, നമുക്കറിയാം അഥർവവേദ സൂക്തം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ, മിത്രമേ നിന്റെ കണ്ണിൽ കൂടി നമുക്ക് പരസ്പരം കാണാം, നമുക്ക് തമ്മിൽ കൺമണിയിൽ നോക്കി മുഖം തിരിച്ചറിയാൻ കഴിയുന്ന അകലം മതി നമുക്ക് എന്ന് പറയുന്ന ഒരു ഭാരതീയ പൈതൃകം നമ്മുടെ പരിസരത്തുണ്ട്. ഒപ്പം നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ക്രിസ്തുമൊഴി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അപരോന്മുഖതയിലേക്ക് ഒട്ടി നിൽക്കുന്ന ഒരു പാരസ്പര്യത്തിന്റെ സമൂഹ നിർമ്മിതിയായിരുന്നു നമ്മുടെ ഭാരതീയ പൈതൃകം ഇവിടെ നിർമ്മിച്ചത്. ഒപ്പം കടന്നു വന്ന വിവിധ മതധാരകൾ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ആയിരുന്നു. അങ്ങനെ മനുഷ്യന് സമാധാനപൂർണമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയും, അതാണ് നല്ലത് എന്ന് അതിനെ നമ്മൾ സ്വർഗരാജ്യം എന്ന് വിളിച്ചു, അതിനെ രാമരാജ്യം എന്ന് വിളിച്ചു. അങ്ങനെ അത് ഐശ്വര്യപൂർണമായ ഒരു ലോകം ഇവിടെ, തിരുവോണം എന്നുള്ള സങ്കല്പത്തിൽ മാവേലി നാട് എന്ന് നമ്മൾ അതിനെ വിളിച്ചു. ഇങ്ങനെയെല്ലാം മനുഷ്യന് സമാധാനമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കണം. അവിടെ എല്ലാവരും ഒരുപോലെ വളരണം, ഒരുപോലെ ജീവിക്കണം, എല്ലാവർക്കും അവകാശങ്ങളുണ്ട്, മനുഷ്യത്വം ആദരിക്കപ്പെടണം. ഇത്തരത്തിലുള്ള സനാതന മൂല്യങ്ങൾ, മാനവിക മൂല്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് എഴുതുന്ന എഴുത്തുകാരായിരുന്നു വിശ്വസാഹിത്യകാരന്മാരായിട്ട് ഉയർന്നു വന്നത്. നമ്മുടെ കേരളത്തിലും അതുപോലെ നല്ല എഴുത്തുകാരുണ്ടായിരുന്നു. അവരുടെ തൂലികയിൽ നിന്ന് ഊർന്നു വീണ അക്ഷരങ്ങൾ ആരുടെയും ഉള്ളിൽ മുള്ളായിട്ട് വീണില്ല. പകരം എല്ലാവരുടെയും ഉള്ളുണക്കുന്ന നല്ല സൗഹാർദ്ദ, എല്ലാ നല്ല നോവലുകളിലും എല്ലാ മനുഷ്യഭാവങ്ങളും വിടരുന്നുണ്ട്. പക്ഷേ അവിടെ നോവൽ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ കവിത അവസാനിക്കുമ്പോൾ, കഥ അവസാനിക്കുമ്പോൾ
നന്മയുടെ ഭാവത്തിന് വിജയം കൊണ്ടുവരണം. ഇനി തിന്മ വിജയിക്കുന്നതായിട്ട് കാണിച്ചാൽ പോലും നന്മയാണ് അതിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹിത്യകൃതികളൊക്കെ വന്നിരുന്ന ഒരു മലയാള ഭാഷയിലാണ് ഇത്തരത്തിൽ ഏറ്റവും നിഷേധാത്മകമായ ക്രൗര്യം കൊണ്ട് മാത്രം കഥ എഴുതുന്ന തൂലിക കയ്യിൽ പിടിക്കുന്ന ക്രൂരതയുടെ അടയാളങ്ങളായി എഴുത്തുകാർ വരുന്നത്. ഇപ്പൊ മാർക്കോയുടെ കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം എന്താണ് ആ കഥ എഴുതിയപ്പോൾ ഉദ്ദേശിച്ചത്? അദ്ദേഹം ക്രൂരത മാത്രം മനസ്സിൽ നനച്ചുകൊണ്ട് എഴുതിയൊരു കഥയല്ലേ അത്. നമ്മുടെ ബാലാമണി അമ്മയുടെ മാണിക്യൻ ചുമ്മാ ഒരു കുഞ്ഞു കഥയാ, ചെറിയൊരു കഥയാ. നിതിൻ വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം. ഒരു കാളയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒരു മാണിക്യനൊരു കാളയാണ്. ആ കാളയുടെ ഉടമസ്ഥനും കുടുംബവും ഒക്കെ അതിനെ വിറ്റ് കളയുമ്പോൾ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സങ്കടം, കഥയുടെ അവസാനം ഈ കാളയും ഉടമസ്ഥനും കൂടി കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ കരഞ്ഞുകൊണ്ടല്ലാതെ കഥ നമ്മൾ പൂർത്തിയാക്കില്ല. ബാല്യകാല സഖി ബഷീറിന്റെ പ്രണയത്തിന്റെ മനോഹരമായ ആവിഷ്കാരം അല്ലേ? ഒപ്പം ഇതുപോലെ എത്രയെത്ര കൃതികൾ, എത്രയെത്ര രചനകൾ, നല്ല നല്ല നോവലുകൾ, ഇതെല്ലാം മനുഷ്യത്വത്തെ ഉയർത്തി നിർത്തി. ഇപ്പോൾ നിതിനി ചോദിച്ചതുപോലെ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രചനകൾ നടത്തുമ്പോൾ ഇവിടെ ഇനി മനുഷ്യത്വം വേണ്ട, ഇവിടെ ഈ കയ്യൂക്കുള്ളവൻ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, ഇവിടെ ഒരു തരത്തിലുമുള്ള സൗമ്യഭാവങ്ങൾക്ക് നിലനിൽപ്പ് വേണ്ട എന്ന് ആരൊക്കെയോ തീരുമാനിച്ചിട്ടുള്ള പോലെയാണ്. അത് മുഴുവൻ തന്നെ ആക്രമിക്കപ്പെടുന്നത് ഏത് മതധാരയിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈസ്തവ മതധാരയ്ക്ക് നേരെയുള്ള, ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണമായിട്ട് തന്നെ നമുക്ക് തോന്നി. മാത്രമല്ല ഈ സിനിമയുടെ പശ്ചാത്തലമായിട്ടോ ആശയപരമായിട്ടോ യാതൊരു പ്രാധാന്യമില്ലാത്തൊരു പാട്ടുകൂടിയുണ്ട്. ഓൻ നിന്റെ മാർപ്പാപ്പ എന്ന് പറയുന്നത്. കയ്യും വെട്ടും കാല് വെട്ടും എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം വാക്കുകളുടെ അവസാനം അവർ ഉച്ചരിക്കുന്ന, അത് ഗ്ലോറിഫൈ ചെയ്യുന്ന വാക്ക് ഓൻ നിന്റെ മാർപ്പാപ്പ എന്നാണ്. മാർപ്പാപ്പ പള്ളിയിൽ കയറണ്ട, പള്ളിയിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് കുറെ വാഴ്ത്താരികളുടെ അവസാനം ആന മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ അതൊക്കെ അങ്ങ് പറഞ്ഞതിനോട് പറഞ്ഞപ്പോൾ ഞാൻ ചേർത്ത് വായിക്കുകയാണ്. അതുകൂടെ അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലരുടെ ഉദ്ദേശമാണ്. ഇത് അറിയാതെ ഊർന്നു വീഴുന്ന അക്ഷരങ്ങളല്ല. ഈ എഴുത്തുകാരന്റെ തൂലികയിൽ നിന്ന്, ഓൻ നിന്റെ മാർപ്പാപ്പ എന്ന് എഴുതിയ പാട്ടുകാരന്റെ തൂലികയിൽ നിന്ന് ആ അക്ഷരങ്ങൾ ഊർന്നു വീണപ്പോൾ മാർപ്പാപ്പ എന്ന ക്രൈസ്തവ കത്തോലിക്ക മതധാരയുടെ വിശ്വാസ സമൂഹത്തിന്റെ അനിഷേധ്യനായ ആത്മീയ നേതാവിന്റെ പേര് ഇത്തരത്തിലുള്ള ഒരു പൈശാചിക സിനിമയുടെ ക്രൂരതയുടെ അപരിഷ്കൃതമായ അക്ഷരക്കൂട്ടിന്റെ ഇടയിലേക്ക് തിരികെ വെച്ചു. അയാൾ ക്രൂരതയാണ് അയാൾ കാണിച്ചത്. അയാൾ കാണിച്ചത്ര ക്രൂരത മാർക്കോ എന്ന കഥാപാത്രം കാണിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. കാരണം ഇതുപോലെ പൊതുസമൂഹം ആദരവോടുകൂടി ആഗ്രഹിക്കുകയും നിലനിൽക്കാൻ കൊതിക്കുകയും ചെയ്യുന്ന ബിംബങ്ങളെ തകർക്കുക എന്നത് ചിലരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന് ഈ ബൊഗെയിൻവില്ലയിൽ പിശാചിനെ കൊണ്ട് പാടിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിന്റെ നിർമ്മാതാക്കൾ ആരാണ്? ഇവരിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്നോളം ഈ മാനവിക ചരിത്രത്തെ തന്നെ നയിച്ചിട്ടുള്ളത് വലിയൊരളവിൽ ക്രൈസ്തവ മൂല്യങ്ങളാണ് അല്ലെ? അപ്പൊ ഈ ക്രൈസ്തവ മൂല്യങ്ങൾ ഇനി ഇവിടെ വാഴണ്ട. അതിനു പകരം പൈശാചിക മൂല്യങ്ങൾ പറയുന്നത് ക്രൈസ്തവ സഹോദരങ്ങളുടെ മൂല്യങ്ങളല്ല, ഈ നാടിനെ നയിച്ച മൂല്യങ്ങളാണ്. സ്നേഹവും ക്ഷമയും സ്നേഹവും സമാധാനവും ഒക്കെയാണ്. അങ്ങനെയാണ് ഈ കേരളവും ഈ ഇന്ത്യയും ഈ രാജ്യവും ഒക്കെ നിലനിൽക്കുന്നതും നമ്മുടെ നിയമങ്ങളെ പോലും നയിക്കുന്നതും ഈ മൂല്യങ്ങളാണ്. അതുകൂടെ ചേർത്താണ് വായിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അത് ക്രൈസ്തവ മൂല്യങ്ങൾ മാത്രമല്ല, എല്ലാ നല്ല മതങ്ങളുടെയും മനുഷ്യത്വത്തെ ആദരിക്കുന്ന നല്ല മതങ്ങളുടെ മുഴുവൻ മൂല്യങ്ങൾ അത് മാനവികതയെ ഹൈലൈറ്റ് ചെയ്യുന്ന മൂല്യങ്ങളാണ്. ഇവിടെ മനുഷ്യന് സമാധാനമായിട്ടും സൗഹാർദ്ദപരമായിട്ടും ജീവിക്കണം എന്നാവശ്യപ്പെടുന്നവരാണ്. ഇനി എന്റെ മതം മാത്രം ഇവിടെ നിലനിന്നാൽ മതി എന്ന് വിശ്വസിക്കുന്ന ചിലർക്ക് മറ്റ് മതധാരയിലുള്ള എല്ലാ ബിംബങ്ങളും തകർത്താൽ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് അവരങ്ങ് വിചാരിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കലാസൃഷ്ടികളിലൂടെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് സെൻസർ ബോർഡിനെ സ്വാധീനിച്ച് ഇത്തരത്തിലുള്ള മാനവികതയുടെ സ്വാഭാവികതയെ മുഴുവൻ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള കലാസൃഷ്ടികൾ കൊണ്ടുവരുമ്പോൾ ഇതുവരെ ഇവിടെ മാനവികതയ്ക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ചിരുന്ന എഴുത്തുകാരെ ആക്ഷേപിക്കൽ കൂടിയാണ് അല്ലെ? യെസ്, തിരിച്ചു വരാം. ടോണി, നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഈ ചർച്ചയുടെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ആളുകളുടെ മനസ്സ് മാറുന്നു, കാലം മാറുന്നു, ഇതൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് നമ്മൾ ഇത് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നൽകുന്ന ജാഗ്രത എന്താണ്? അല്ലെങ്കിൽ ഇത്തരം സിനിമകളെ നമ്മൾ ഈ രീതിയിൽ വായിച്ചെടുക്കേണ്ടതിന്റെ അനിവാര്യത, ആവശ്യം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ഇത്
ഏതെങ്കിലും പാസീവായിട്ട് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. തീർച്ചയായിട്ടും നമ്മൾ കൺസേണോട് കൂടി തന്നെ പരിശോധിക്കുകയും റെമഡികൾ അന്വേഷിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത്തരം സിനിമകൾ കുട്ടികളിലേക്ക് കൂടി എത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. മാർക്കോ സിനിമ സർട്ടിഫിക്കറ്റ് ആണ്, സമ്മതിച്ചു. പക്ഷേ തിയേറ്ററിൽ കാണുന്നില്ല, പക്ഷേ OTT-ൽ കാണാം, അല്ലെങ്കിൽ പല കമ്മ്യൂണിറ്റിയിൽ സിനിമ OTT-ക്ക് ശേഷം വരുന്നു. അപ്പൊ എല്ലാവരുടെ മുമ്പിലേക്ക് അത് എത്തുകയാണ്. 18+ സിനിമ എന്ന് പറഞ്ഞൊരു അതൊരു ആനുകൂല്യമല്ല, അതൊരിക്കലും അതൊരു എക്സെപ്ഷൻ അല്ല. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ റീൽസ് ആണ് കൂടുതൽ കാണുന്നത്. അത് ഏതാണ്ട് ശരീരഭാഗങ്ങൾ കടിച്ചു പറിക്കുന്നതും കുത്തി കയറുന്നതും ഒക്കെ ആയിട്ടുള്ള ചോര തെറിച്ചു വീഴുന്നു. ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്ത് ഇവിടെ വേറൊരു മൃഗീയ സംസ്കാരമാണ് സൃഷ്ടിക്കുന്നത്. അത് പിന്നെ ടോണി പറഞ്ഞു IS-ലൊക്കെ കാണുന്നത് പോലെ തല വെട്ടുന്നതും കാല് വെട്ടുന്നതും ഒക്കെ നമ്മള് അതൊക്കെ നോർമലൈസ് ചെയ്യുന്നത് പോലുള്ള ഒരു സമാനമായ ഒരു സാഹചര്യം ഇവിടെ നമ്മൾ കാണുകയാണ്. അല്ലെ, അവര് വീഡിയോ എടുത്തൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിന്റെ പോലും തെരുവീതികളിൽ ഈ തലയില്ലാത്ത പട്ടികൾ ഇവിടെ പലരും വാളുകൊണ്ട് വെട്ടിപ്പടിക്കാൻ വേണ്ടി പട്ടികളുടെ കഴുത്തിനിട്ട് വെട്ടി തലയില്ലാത്ത പട്ടികൾ ഇവിടെ ചത്തുകിടന്ന കാലമുണ്ട്. അത് കണ്ടപ്പോ എല്ലാവരും മൃഗസ്നേഹികൾ, പട്ടിസ്നേഹികൾ എല്ലാം കൂടെ ഇവിടെ നിലവിളിച്ച് കരഞ്ഞു കാറി വലിയ പ്രളയം ഉണ്ടാക്കി. ഇപ്പൊ ഒരു പട്ടിസ്നേഹിയെ കാണുന്നില്ല, ഒരുത്തനെ കാണുന്നില്ല. ഇവിടെ മനുഷ്യത്വത്തെ ഇതുപോലെ മൃഗീയമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത്, പൈശാചികമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ടോണി പറഞ്ഞ പോലെ ഇതിന്റെ പരിഹാരം എന്തായിരിക്കണം, അത് പൊതുസമൂഹം ചിന്തിക്കണം, ഇതിന്റെ മറുപടി ചിന്തിക്കണം. നമുക്ക് നിയമപരമായ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനപ്പുറം ഇനി അങ്ങനെ പരിഹാരമില്ലെങ്കിൽ നിയമനിർമ്മാണത്തിലൂടെയുള്ള ഒരു പരിഹാരങ്ങളിലേക്ക് കൂടി ചിന്തിക്കേണ്ടിയിരിക്കും. സെൻസർ ബോർഡും കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു ചിന്ത പല ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട അത്രയും വയലൻസ് ഉള്ള പല സിനിമകളും UA കൊടുത്ത് എടുക്കാൻ അനുവദിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ആക്ഷേപമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കുറച്ചുകൂടി ഉത്തരവാദപൂർണമായിട്ടുള്ള സമീപനങ്ങൾ വേണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വ്യക്തികൾ എന്ന നിലയിൽ നമുക്കും ഒരു ജാഗ്രത പുലർത്താവുന്നതാണ്. കാരണം ഇത്തരം കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യണമോ വേണ്ടയോ, ഇത്തരം കണ്ടന്റുകൾക്ക് എൻ്റെ പണം ഞാൻ കൊടുക്കണമോ വേണ്ടയോ, അതിലൂടെ ഇതിനെ പ്രോത്സാഹിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടത് ഉത്തരവാദിത്തമുള്ള ഓരോ പൗരന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോ ആ ഒരു ഉത്തരവാദിത്തപൂർണമായ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് ഇതിനെ പ്രതിരോധിക്കുന്ന സ്നേഹത്തിന്റെ നന്മയുടെ കഥകൾ നമ്മുടെ നാട്ടിൽ തിയേറ്ററിൽ എത്തണം. അത് ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. കാരണം ഇപ്പൊ നമ്മൾ ഇത്തരം സിനിമകൾ, ഇപ്പൊ അച്ഛൻ പറഞ്ഞ വാത്സല്യം പോലുള്ള സിനിമകൾ ഇപ്പൊ റിലീസ് ചെയ്ത് ആരും കാണാൻ പോകുന്നില്ല എന്നാൽ നമ്മൾ വിചാരിക്കുക, നമുക്കറിയില്ല. കാരണം അങ്ങനെ ഒരു ട്രെൻഡ് ഇവിടെ ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പം കാരണം അത്തരം പോസിറ്റീവായ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ ബിൽഡ് ചെയ്യുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാകണം, കലാരൂപങ്ങൾ ഇവിടെ ഉണ്ടാകണം, സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാകണം. അത് ഉണ്ടായാൽ മാത്രം പോരാ, അത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അത് ഉണ്ടാക്കാൻ തോന്നുന്ന വിധമുള്ള പ്രോത്സാഹനം തരണം. അത് എത്ര ആളുകൾക്ക് തരണം. അവിടെ നല്ല സന്ദേശങ്ങളും നന്മകളുമുള്ള സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നതേ ഉള്ളൂ. അടുത്ത കാലത്തുണ്ടായ ഹോം എന്ന് പറഞ്ഞ സിനിമ, സ്വർഗം എന്ന് പറഞ്ഞ സിനിമ, ഇതൊക്കെ കുടുംബജീവിതത്തെയും ജീവിത മൂല്യങ്ങളെയും വിശ്വാസത്തെയും മനുഷ്യബന്ധങ്ങളെയും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന സിനിമ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ തോന്നുന്നു. ഇവിടെ ഒക്കെ കണ്ടിട്ട് ഇറങ്ങുന്നവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരു കവിത വരികയാണ്. നമ്മുടെ ONV കുറുപ്പിന്റെ ശാരംഗക പക്ഷികൾ എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരമുണ്ട്. അതിനകത്ത് ആ കവിതയിൽ അദ്ദേഹം പറയുന്നൊരു കവിതാവാക്യമുണ്ട്. വെട്ടുക, മുറിക്കുക. അതായത് ഇന്നത്തെ മനുഷ്യന്റെ മനസ്സ് പറയാണ്. വെട്ടുക, മുറിക്കുക, പങ്കുവെക്കുക, ഗ്രാമം പത്തനം ജനപദം ഒക്കെയും കുന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മർത്യരാവുക മാത്രം വയ്യ, ജന്തുത ജനിക്കുന്നു. ഇന്ന് ONV ജീവിച്ചിരുന്നെങ്കിൽ പൈശാചികത ജനിക്കുന്നു എന്ന് എഴുതിയാനെ. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ബാലാമണി അമ്മയും NV കൃഷ്ണവാര്യരും ഒക്കെ മനുഷ്യത്വത്തിന് വേണ്ടി കൊതിക്കുന്ന വരികൾ എഴുതിയിട്ടുണ്ട്. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. ആഫ്രിക്ക എന്ന് പറഞ്ഞ NV കൃഷ്ണവാര്യരുടെ കവിതയാണ്. ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും എന്നെ ആത്മാവിനെ കുത്തി നോവിക്കും, ബാലാമണിയമ്മയുടെ കവിതയാണ്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ അക്ഷരങ്ങൾ ഊർന്നു വീണിരുന്ന തൂലികകളൊക്കെ ഇന്ന് തുരുമ്പെടുത്തു പോയോ? ഈ എഴുത്തുകാരാകാൻ വിളി ലഭിച്ചവർ ഈ ക്രൗര്യത്തിന്റെ അക്ഷരങ്ങൾ മാത്രം കുത്തിത്തിരികെ എന്തിനാണ് ഈ മനുഷ്യന്റെ ഉള്ളിനെയും കാലത്തെയും സംസ്കാരത്തെയും ഇങ്ങനെ മുറിപ്പെടുത്തുന്നത്? അതുകൊണ്ട് മാർക്കോ എന്ന് പറയുന്ന സംസ്കാരത്തോട് മാറിക്കോ എന്ന് പറയാൻ ടോണി പറഞ്ഞ പോലെ ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ മാർക്കോയോട് ഇനി മാറിക്കോ, ഇനി നീ ഇവിടെ വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സ് കേരളത്തിന്റെ സംസ്കൃതമായ തീർച്ചയായും ഒരു ചേതന ഉണർത്തിയെടുക്കണം. തീർച്ചയായും അത്തരം ഒരു മനസ്സാണ് മലയാളിക്ക് ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഈ ക്രൂരതയെ, പൈശാചികതയൊക്കെ ആരാധിക്കുന്ന, അതിന്
വളരെ മനോഹരമായ BGM ഇട്ട് അത് നോർമലൈസ് ചെയ്യുന്ന ഒരു സമൂഹം, അത് ദൃശ്യമായി നമ്മുടെയൊക്കെ മനസ്സിൽ പതിയുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊന്നുമില്ലാത്ത വിധം ക്രൈം റേറ്റിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം നമ്മെ ഏറെ വേദനിപ്പിക്കേണ്ടതാണ്. കൊച്ചുകുട്ടികൾ പോലും വലിയ കൊലപാതകങ്ങൾ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ മനസാക്ഷി മരവിക്കുന്ന അത്രയും നമ്മളുടെ തീവ്രമായി വേദനയായി ഇത് മാറുമ്പോൾ അതിന് ഇത്തരം സിനിമകൾ, ഇത്തരം ഗെയിമുകൾ, മാർക്കോ ഉൾപ്പെടെയുള്ള ആവിഷ്കാരങ്ങളൊക്കെ അതിനൊരു കാരണമാണ് എന്ന് പറയാതെ വയ്യ. ഷെക്കീന ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.